നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിൽ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. സിദ്ധരാമയ്യ ഇപ്പോൾ ലോകായുക്ത അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുമ്പോൾ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം അത് ആളിപ്പടർത്തി കത്തിക്കാനാണ് BJPയുടെ ശ്രമം. സിദ്ധരാമയ്യയെ കൊണ്ട് രാജിവെപ്പിച്ച് കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാം എന്ന BJPയുടെ മോഹം അത് വെറും വ്യാമോഹം മാത്രമാണ്. കാരണം അതിനേക്കാൾ ശക്തനായ DK ശിവകുമാർ ഇപ്പുറത്തിരിപ്പുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ BJPയുടെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള BJP MLA-മാരിൽ പലരും കോൺഗ്രസിലേക്ക് എപ്പോൾ വേണമെങ്കിലും എത്താം എന്ന മട്ടിലാണ് DK ശിവകുമാറിനെ കണ്ടത്. അതിൽ ചിലർ DK ശിവകുമാറിനോട് കൃത്യമായി കോൺഗ്രസിൽ വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. JDS-നകത്തുള്ള MLA-മാർക്കും കടുത്ത അതൃപ്തിയാണ് കുമാരസ്വാമിയുമായി ഉള്ളത്. കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതിനു ശേഷം JDS-നെ അങ്ങ് രക്ഷിച്ചു കളയാമെന്ന് വിചാരിച്ചെങ്കിൽ അത് വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ്. രേവണ്ണയുടെയും മകൻ പ്രജ്വൽ രേവണ്ണയുടെയും സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറുതെയല്ല ജനങ്ങൾ ആളിക്കത്തിച്ചത്. ജനങ്ങൾക്ക് കൃത്യമായി അറിയാം JDS എന്നത് കുടുംബ പാർട്ടിയാണ്, അതിനകത്ത് യാതൊരുവിധ മൊറാലിറ്റിയും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ കൃത്യമായി JDS-നെ കാണുന്നത്. BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ കൃത്യമായി കഴിയുന്ന ആൾ തന്നെയാണ് DK ശിവകുമാർ. ഇപ്പോൾ DK പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിർമ്മലാ സീതാരാമനെതിരെയും അതുപോലെ തന്നെ സെബി ചെയർപേഴ്സണായ മാധവി ബുച്ചിനെതിരെയും ഒക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഈ രാജ്യത്തെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വൻകിട കോർപ്പറേറ്റ് അഴിമതിയാണ് BJP സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കൃത്യമായും സിദ്ധരാമയ്യയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനെന്നറിയാം. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല. കർണാടകയിൽ കോൺഗ്രസ് ഇതിലും ശക്തമായി കൂടുതൽ സീറ്റുകളോടെ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ലോക്സഭയിലുണ്ടായ തിരിച്ചടി താൽക്കാലിക മാത്രമാണ്. അതേസമയം നിരവധി MP-മാർ തന്നെ കണ്ട കാര്യം DK വെളിപ്പെടുത്തുകയുണ്ടായി. രമേശ് ചന്ദ്രപ്പ അടക്കമുള്ള MP-മാർ കോൺഗ്രസിലേക്ക് വരാൻ ആലോചിച്ച് നിൽക്കുകയാണ്. BJP MP-മാർ പലരും ഈ കാലയളവിൽ രാജിവെക്കുമെന്ന് തനിക്ക് ഉറപ്പുള്ളതായും DK ശിവകുമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ മിക്കവാറും 5 ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വന്നാൽ പിന്നെ കോൺഗ്രസിൻ്റെ സീറ്റ് നില കൂടുകയാണ് ചെയ്യുന്നത്. പയ്യാവേലി പിടിച്ചു പറ്റുന്നത് BJP-യാണ്. BJP ജനകീയ സർക്കാരിനെ തകർക്കാൻ വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ചെയ്യുന്നുണ്ട്. എവിടെയെല്ലാമാണോ കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഇതര സർക്കാർ ഭരിക്കുന്ന അവിടെയൊക്കെ ഉള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ED-യെ അന്വേഷിപ്പിക്കാൻ വിടുന്നത്. അതുവഴിയാണ് ഇവരെ പലരെയും കൃത്യമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ BJP-യോടൊപ്പം കൂടിയാൽ ആ കേസുകളെല്ലാം പോകും. അജിത് പവാറിൻ്റേത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. DK-യുടെ മുമ്പിൽ BJP-യുടെ ഒരു കളിയും ചിലവാകില്ല എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം വിളിച്ചോതുകയാണ്. വളരെ വൈകാതെ അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ പലയിടത്തും നടക്കും എന്ന പ്രഖ്യാപനം BJPക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിരിക്കുകയാണ്.